ചെങ്കടലിലെ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലായ ഹാരിസ് ട്രൂമാൻ തകർന്നിരിക്കുന്ന വിവരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അത് ആദ്യഘട്ടത്തിലൊക്കെ അമേരിക്ക നിഷേധിച്ചിട്ടുണ്ടെങ്കിലും ചലനമറ്റ രീതിയിൽ നീങ്ങാൻ പറ്റാത്ത വിധം വലിയ പരിക്കാണ് ഹാരിസ് ട്രൂമാന് നേരിട്ടത് എന്ന തരത്തിലാണ്. ഇത് 30-ലധികം പ്രാവശ്യം യമന്റെ ഭാഗത്ത് നിന്ന് ഈ കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ആക്രമണത്തോടനുബന്ധിച്ച് പല ഘട്ടങ്ങളിലും അതിനെ അതിജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ആദ്യ ഘട്ടത്തിലെല്ലാം അമേരിക്ക പറഞ്ഞിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അത് രംഗത്ത് വരുന്നില്ല എന്നുള്ളതും ചെങ്കടലിന്റെ മേഖലയിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം എന്താണ് എന്ന ചോദ്യത്തിന് മറുപടിയായി ചെറിയ പരക്കുകൾ, അത് ചരക്ക് കപ്പലുമായി കൂട്ടിയിടിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും അതിനാൽ ചെറിയ പരിക്കുകൾ അതിനുണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു എന്ന തരത്തിലാണ് അമേരിക്കയുടെ വൈമാനിക കമാൻഡർമാരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. ഇതിന്റെ പരിക്കുകൾക്കൊക്കെ പരിഹാരമുണ്ടാക്കാൻ വേണ്ടി നോർവ ആസ്ഥാനമായി തങ്ങളതിനെ മാറ്റാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ വിവരം വന്നു. എന്നാൽ ഈ പറയപ്പെട്ട കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കള്ളത്തരമാണെന്നും യഥാർത്ഥത്തിൽ ഹമാസിന്റെ